നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഫിലിപ്പൈൻ യാത്രയുമായി ബന്ധപ്പെട്ട 9ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇതിനു മുൻപ് ഞാൻ ഫ്ലാഷ് ചെയ്തിട്ടുള്ള 8 എപ്പിസോഡുകളും നിങ്ങൾ കണ്ടു കാണുമെന്നും ഇഷ്ടപ്പെട്ടു കാണും എന്നുള്ള വിശ്വാസത്തിൽ ഇത് വീണ്ടും തുടരട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അവസാനിപ്പിച്ചത് ഫിലിപ്പൈൻസിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്ന ക്ലാർക്കിലെ വിശേഷങ്ങളായിരുന്നല്ലോ. ഇനി ഞങ്ങൾക്ക് 2 ദിവസം കൂടെ ഈ ഫിലിപ്പൈൻസിൽ അവശേഷിക്കുന്നുണ്ട്. ക്ലാർക്കിൽ നിന്നും ഞങ്ങൾ ഇന്ന് മണിയിലേക്കാണ് പുറപ്പെടുന്നത്. മണിയിലയിൽ എത്തുന്നതിന് മുൻപായിട്ട് ക്ലാർക്കിലെ തന്നെ ഒരു പ്രധാന മ്യൂസിയം, വളരെ പ്രസിദ്ധമായ ഒരു മ്യൂസിയം സന്ദർശിക്കുന്നുണ്ട്. അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നമ്മൾ ഇപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന ഈ നവീകരിച്ച മ്യൂസിയം, ആ മ്യൂസിയത്തിൽ പുരാതനമായ വളരെയധികം വസ്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥ പകർപ്പുകളുണ്ട്, പുരാവസ്തുക്കളുടെ യഥാർത്ഥ പകർപ്പുകൾ, മനോഹരമായ ഡയോറമകൾ, പഴയ ഫോട്ടോഗ്രാഫുകൾ, ചുവർ ചിത്രങ്ങൾ, ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേകൾ എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെയുണ്ട്. ക്ലാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയായ പപങ്കയുടെയും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളുടെയും ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ മ്യൂസിയം. പല കാലഘട്ടങ്ങളിലായി ഫിലിപ്പൈൻസ് ഭരിച്ചിരുന്ന പരമാധികാരികളുടെ ധീരത, വ്യാവസായത്തിലുണ്ടായിരുന്ന അവരുടെ കമ്പം, ചാതുര്യം എന്നിവയുടെ ഫിലിപ്പിനോ സ്പിരിറ്റിനെ കുറിച്ച് മ്യൂസിയം 4 ഗാലറികളിലുടനീളം ഒരു വിവരണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് ഹ്രസ്വമായ ഒരു കഥ പറയുന്നു. അതായത് ക്ലാർക്ക് വളർന്നു വന്ന ഒരു വലിയ ലോകം, സാമൂഹികവും സാമ്പത്തികമായ മുന്നേറ്റങ്ങളെക്കുറിച്ചും തുടർച്ചയായ പുരോഗതിയെക്കുറിച്ചും ഈ മ്യൂസിയം വിശദമായിട്ട് കാണികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേന്മയുള്ള ഒരു മ്യൂസിയം അനുഭവത്തിനായി അതിൻ്റെ ഏറ്റവും പുതിയ ആകർഷണം 48 സീറ്റുകളുള്ള അത്യാധുനിക 4D തിയേറ്റർ ഉൾക്കൊള്ളുന്നു. ഇതിൽ 20 മിനിറ്റ് ദൈർഘ്യമുള്ള റൈസൻ ഫ്രം ദി ആഷസ് എന്ന ഡോക്യുമെന്ററി ഫിലിം ഉൾപ്പെടുന്നു. ഇത് ക്ലാർക്കിന്റെ ഭൂതകാല ചരിത്രത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. കാറ്റ്, കുമിളകൾ, മൂടൽമഞ്ഞ് എന്നിവ ഉൾപ്പെടെയുള്ള അതിമനോഹരമായ ഇൻ തിയേറ്റർ ഇഫക്റ്റുകളോടെ 1991 പിനാറ്റോബോ പർവ്വതത്തിന്റെ പൊട്ടിത്തെറി കാണാൻ സന്ദർശകർക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ മ്യൂസിയത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് ഇനി 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരും. ഇനി 300 മീറ്ററാണ് ഇവിടെ നിന്നും ആ മ്യൂസിയത്തിലേക്കുള്ള ദൂരം. ആ ബോർഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. ഈ മ്യൂസിയത്തിന്റെ താഴത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ മ്യൂസിയം പ്രദർശനങ്ങൾക്ക് ചലനാത്മകവും ആധുനിക സമയത്തിന് പ്രസക്തവുമായി നിലനിർത്തുന്നതിന് വേണ്ടി ചില ത്രിമാറ്റിക് പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും. മ്യൂസിയം പ്രോഗ്രാമിന്റെ ഭാഗമായി ത്രിമാറ്റിക് പ്രദർശനങ്ങൾ വർഷത്തിൽ പല പ്രാവശ്യവും അണിനിരക്കുന്നുണ്ട്. ഇത് ആളുകളെ ആകർഷിക്കുകയും ആവർത്തിച്ചുള്ള സന്ദർശകരെ വശീകരിക്കുകയും ചെയ്യും. നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ ക്ലാർക്ക് മ്യൂസിയത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിന്റെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ആ തിയേറ്ററിൽ കയറണം, ആ 4D തിയേറ്ററിൽ കയറണമെങ്കിൽ സമയമുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. പക്ഷെ നമുക്ക് 1/2 മണിക്കൂർ സമയത്തോളം ശേഷം മാത്രമേ ആ പ്രദർശനം നമ്മൾക്ക് വേണ്ടി ആരംഭിക്കുകയുള്ളൂ. അതിന് മുൻപായി തന്നെ നമ്മൾ മ്യൂസിയത്തിന്റെ പല ഭാഗങ്ങളും ചുറ്റിക്കറങ്ങി കാണുകയാണ്. ഉള്ളിലും കയറി ഞങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗേറ്റ് വേ എൻട്രൻസ് ആണിത്. മ്യൂസിയത്തിന്റെ താഴത്തെ നിലയിലേക്കുള്ള എൻട്രൻസ്. ഈ നിലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പല വസ്തുക്കളും, പുരാവസ്തുക്കളും അതിന്റെ മാതൃകളും മറ്റും ശേഖരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചുവർ ചിത്രങ്ങളുടെ ശേഖരം തന്നെ ഇവിടെയുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗാലറി ക്ലാർക്കിന്റെ ഭൂമിശാസ്ത്രപരമായ സന്ദർഭവും അതിന്റെ ജിയോഫിസിക്കൽ പരിതസ്ഥിതിയും വാണിജ്യം, ആശയവിനിമയം, സംസ്കാരം എന്നിവയിൽ വലുതും വിശാലമായ ഒരു ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഹബ്ബ് അല്ലെങ്കിൽ ഗേറ്റ് വേയുടെ വികസനത്തിന് അനുകൂലമായ അല്ലെങ്കിൽ തന്ത്രപരമായ സ്ഥാനങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് ഈ ഗാലറിയിൽ. ഈ മ്യൂസിയത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളും, അല്ലെങ്കിൽ എല്ലാ കാഴ്ചകളും തന്നെ പറയാം, ഫിലിപ്പൈൻസിന്റെ പാരമ്പര്യമായ വ്യവസായത്തിനും വ്യാപാരത്തിനുമുള്ള ശൃംഖലകളായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാൻ ഞങ്ങളുടെ ഗൈഡുകൾ ഞങ്ങൾ വേണ്ടത്ര സഹായിക്കുന്നുണ്ടായിരുന്നു. ഈ സ്വഭാവ സവിശേഷതകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ നിന്നും പരിണമിച്ച പാരമ്പര്യങ്ങളിൽ പ്രതിഫലിക്കുന്നു. അത് മാത്രമല്ല, ഇത് സൃഷ്ടിയുടെയും നവീകരണത്തിന്റെയും സാധ്യതകളാണ് നമുക്ക് കൂടുതലും പ്രദാനം ചെയ്തു തരുന്നത്. ഗാലറി സന്ദർശനത്തിന് ശേഷം ഞങ്ങൾക്ക് അനുവദിച്ച ടൈം ആയതിനാൽ 4D തിയേറ്ററിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ഊഴം കാത്തു നിൽക്കുകയാണ്. അടുത്ത് തന്നെ ഞങ്ങൾക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി മാത്രമായിരുന്നു ആ ഷോ ഉണ്ടായിരുന്നത്. ഈ ഷോയുടെ കഥകളും മറ്റു കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തന്നാൽ തീരുകയില്ല. അത് കാരണം ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അത് നല്ല ക്ലാരിറ്റിയോട്ട് പിടിക്കാൻ പറ്റിയില്ല, കാരണം സ്ക്രീനിൽ നിന്ന് ഞാൻ പിടിക്കുന്നതാണല്ലോ. മാത്രമല്ല 4Dയിൽ കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് കൂടുതൽ രസിക്കുകയുമുള്ളൂ. എങ്കിലും 1-2 ഭാഗങ്ങൾ മാത്രം ഞാൻ കാണിച്ചിരുന്നു. വീണ്ടും ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ സമയം രാവിലെ 9:30 കഴിഞ്ഞു.
ഇനി ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ മണിലയിൽ എത്തിച്ചേരുകയുള്ളൂ. ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനമായ മണിലയിൽ എത്തിച്ചേരുകയുള്ളൂ. അവിടെ ഞങ്ങൾക്ക് 2 ദിവസം താമസിക്കേണ്ടതുകൊണ്ട് അതോടുകൂടിയാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ് അവസാനിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 110 കിലോമീറ്ററാണ് മണിയിലേക്ക് ഉള്ളത്. എങ്കിൽ കൂടി 2.5 മണിക്കൂർ എടുക്കും. റോഡുകളും മറ്റും നല്ലതാണെങ്കിൽ കൂടി ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ജാം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഫിലിപ്പൈൻസിൽ ഉടനീളം ഇപ്പോൾ ടൗണിലും ഗ്രാമപ്രദേശത്തും എവിടെയാണെങ്കിൽ പോലും ഉടനീളം പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ട്രാഫിക് ജാം. അത് കാരണം 110 കിലോമീറ്ററേ ഉള്ളൂ എങ്കിൽ പോലും 2.5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് എടുക്കും. കൊളോണിയൻ സാഹചര്യത്തിന്റെയും പിന്നീടുള്ള ഫിലിപ്പൈൻ ഗവൺമെന്റിന്റെ സുരക്ഷാ ചട്ടക്കൂടിന്റെയും പശ്ചാത്തലത്തിൽ 1900 മുതൽ ഒരു US സൈനിക സൗകര്യമായി ക്ലാർക്കിനെ പരിഗണിച്ചിരുന്നത്. മാത്രമല്ല ചികിത്സ, സൈനിക, ഭൗമ രാഷ്ട്രീയ തലങ്ങൾ മാത്രമല്ല സൗകര്യങ്ങളുടെയും ചുറ്റുപാടുടെയും സാമൂഹ്യ സാമ്പത്തിക മാനവും കണക്കിലെടുത്താണ് ക്ലാർക്കിന് ആ പദവി കൊടുത്തിരുന്നത്. ക്ലാർക്കിന് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്യം മണിലയാണ്. ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനമായ മണിയിലേക്കുള്ള യാത്രയാണ് ഇതാവും. ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ കുറെ സമയം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന മണിയിലെ കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ തരാം. ഫിലിപ്പൈൻസിലെ ലുസോൺ ദ്വീപിലെ മണില ബേ എന്ന ഭാഗത്തിന്റെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ നഗരവൽക്കരിക്കപ്പെട്ട ഒരു നഗരമാണ് മണില. മണില ലോകത്തിലെ യഥാർത്ഥ ആഗോള നഗരങ്ങളുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. കാരണം അതിന്റെ വാണിജ്യ ശൃംഖലകൾ പസഫിക് സമുദ്രത്തിൽ വ്യാപിക്കുകയും ഏഷ്യയെ സ്പാനിഷ് അമേരിക്കയുമായി ഗാലിയൻ വ്യാപാരത്തിലൂടെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഒരു തടസ്സവുമില്ലാതെ വ്യാപാര റൂട്ടുകളുടെ ശൃംഖല ഫിലിപ്പൈൻസുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. മാത്രമല്ല ഫിലിപ്പൈൻസിനെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അതോടുകൂടിയാണ്. നിരവധി വിനോദ സംരംഭങ്ങളും നിശാ ക്ലബ്ബുകളും നമുക്ക് മണിലയിൽ ദർശിക്കാൻ കഴിയും. തഗാലോഗിന്റെ സ്റ്റാൻഡേർഡ് രൂപമായ ഫിലിപ്പീനോ ദേശീയ ഭാഷയാണ്. രാജ്യത്തിലുടനീളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ ഇത് ഉപയോഗിക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നഗരങ്ങളിൽ മണില ഏറ്റവും സമ്മർദ്ദപൂരിതമായ നഗരമാണ്. കാരണം അവിടുത്തെ നിവാസികൾ കടുത്ത ഗതാഗതക്കുരുക്കും മോശം രൂക്ഷവുമായ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 20,784 ആളുകളുടെ ജനസാന്ദ്രത ഉള്ള ഒരു നഗരത്തിൽ ഉയർന്ന ജനസാന്ദ്രതയും അതിന്റെ ഉയർന്ന സമ്മർദ്ദ നിലകൾക്ക് കാരണമാകുന്നുണ്ട്. ജനസംഖ്യയുടെ ഏകദേശം 90% വരുന്ന ഫിലിപ്പൈൻസിലെ ഭൂരിഭാഷം ജനങ്ങളും ക്രിസ്തുമത വിശ്വാസികളാണ്. ബഹുഭൂരിപക്ഷവും കത്തോലിക്കരാണ്. തുടർന്ന് ഇംഗ്ലോഷനി ക്രിസ്റ്റോ, സ്വതന്ത്ര ക്രിസ്ത്യൻ പള്ളികൾ, അംഗ്ലിപ്പയർ ചർച്ച് പോലുള്ള തദ്ദേശീയ കത്തോലിക്ക പള്ളികൾ എന്നിവ ഉൾപ്പെടെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളും ഇവിടെ വളരെയധികമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനാണെങ്കിൽ ഡൽഹിയിൽ നമ്മൾ 1,40,000 രൂപ മുടക്കി ഒരു മാസം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതേ ജീവിത നിലവാരം മണിയിൽ കിട്ടണമെങ്കിൽ 2,40,000 രൂപ മുടക്കേണ്ടി വരും. അതായത് 1 രൂപ മുടക്കി നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ഇന്ത്യയിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കണമെങ്കിൽ 1 രൂപ 40 പൈസ മുടക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഫിലിപ്പൈൻസിലെ ഒരു പ്രവിശ്യയായ ബുലാക്കയിലാണ്. അവിടെ അത്യാധുനികമായിട്ടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. അതാണ് ഫിലിപ്പൈൻ അരേന. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 5,500 പേർക്ക് ഇരിക്കാനുള്ള ശേഷിയും 243 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വിനോദന വേദിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഫിലിപ്പൈൻ അരീന. മറ്റൊരു കറക്ഷൻ ഉള്ളത് 1,50,000 ആൾക്കാരെ ഉൾക്കൊള്ളാൻ നിർമ്മിച്ച ലോകത്തിലെ മറ്റൊരു ഏറ്റവും വലിയ സ്റ്റേഡിയം ആണ് സൗത്ത് കൊറിയയിലെ കൊളീഷൻ സ്റ്റേഡിയം. റെസ്ലിംഗ് ഈവന്റും 2019 അജയ സോഷ്യലിസത്തിന്റെ ജിംനാസ്റ്റിക് പ്രകടനവും പോലുള്ള പരിപാടികൾക്ക് ആ സ്റ്റേഡിയം ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. തിരിച്ച് നമുക്ക് മണില വിശേഷണങ്ങളിലേക്ക് വരാം. മണില പട്ടണവുമായി യോജിപ്പിക്കുന്ന സ്കൈ ലൈൻ എന്ന റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ റോഡിനുള്ള ഒരു പ്രധാന സവിശേഷത 60 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് അനുവദിച്ചിരിക്കുന്നത്. മണിലയിൽ ഒരാൾക്ക് ഇന്ത്യൻ രൂപ 500 രൂപ മുടക്കിയാൽ ഏകദേശം ഭാരിച്ച സമ്പൂർണമായ ഭക്ഷണം കഴിക്കാം. എന്നാൽ ഒരാൾ 150 രൂപ മുടക്കിയാലും ഏകദേശം ലളിതമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. നിനോയ് അക്വിനോ ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് മണില ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിസരത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണിലയുടെ ഹൃദയഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ടൗൺ ഏരിയയാണ് മുഴുവൻ. അത് മാത്രമല്ല ഈ ടൗൺ ഏരിയയിൽ തന്നെയാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരുന്നത്.
അടുത്ത 2 ദിവസങ്ങളിൽ ഞങ്ങൾ മണീല പട്ടണത്തിലായിരിക്കും താമസിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് അത്ഭുതം തോന്നുന്നതും വളരെ ആഗ്രഹത്തോടുകൂടി കാണാൻ പറ്റുന്നതുമായ വളരെയധികം കാഴ്ചകളുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡ് കൂടി തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 1 മണി ആയിക്കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ലഞ്ചാണ്. ലഞ്ചിന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഒരു തീരദേശ ഹോട്ടലിലാണ്. ആ ഹോട്ടലിന് ഒരു പ്രത്യേകതയുള്ളത്, 2 മണിക്കൂർ നേരത്തെ പ്രവേശനം മാത്രമേ നമുക്ക് അവിടെ കാണുകയുള്ളൂ. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ നമുക്ക് അതിനകത്ത് ചിലവഴിക്കാം. ഭൂമിയിലെ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആഹാരവും അവിടെ ലഭ്യമാണ്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ എടുത്തു കഴിക്കാൻ സാധിക്കും. ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട രസകരമായ കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.